السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن زيد بن خالد الجهني رضي الله عنه قال قال رسول الله صلى الله عليه وسلم من فطر صائما كان له مثل أجره غير أنه لا ينقص من أجر الصيام شيئا من أجر الصائم شيئا رواه الترمذي. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധമായ റമദാനിൻ്റെ 8ാമത്തെ ദിവസത്തിലാണ് ഇന്ന് നമ്മൾ തറാവീഹ് നമസ്കരിച്ച് പകുതിയിലുള്ളത്. സൗം എന്ന നോമ്പ് ഏറെ പുണ്യകരമായൊരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ സ്വാമ യൗമിൻ ഫീ സബീലില്ലാഹി ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫൻ. ഏതെങ്കിലും ഒരാൾ ഒരു ദിവസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സൗം വ്രതം ആചരിക്കുന്നു അല്ലെങ്കിൽ നോമ്പ് പിടിക്കുന്നുവെങ്കിൽ ബഅദല്ലാഹു വജ്ഹഹു, ആ വ്യക്തിയുടെ മുഖത്തെ അള്ളാഹു അകറ്റി നിർത്തും. അനിന്നാരി, നരകത്തിൽ നിന്നും. 70 ഖരീഫൻ, 70 മൈൽ. ഒരു ദിവസത്തെ നോമ്പിന് കിട്ടുന്ന വിദൂരതയുടെ അളവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പം ഇങ്ങനെ കൂട്ടിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മ വെച്ചത് മുതൽ ബുലൂഗ് എത്തിയത് മുതൽ പ്രായപൂർത്തിയായത് മുതൽ നമ്മളെടുത്ത ഓരോ നോമ്പിനും നമ്മൾ നരകത്തിൽ നിന്ന് എത്ര ദൂരം അകന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രവുമല്ല, അസ്സൗമുലി അന അജ്സീഹി, മറ്റൊരു ഹദീത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അല്ലാഹ് പറഞ്ഞതായിട്ട് അസ്സൗം, സൗം എന്ന് പറയുന്നത്, ഇംസാക്ക് എന്ന് പറയുന്നത് അത് എനിക്കുള്ളതാണ്. ആർക്കു വേണ്ടി? അള്ളാഹുവിനുള്ളത്. അന അജ്സീഹി, ഞാനാണ് അതിന് കൂലി കൊടുക്കുക. ഒരാളെ കൂലിക്ക് വെച്ച് ചെയ്യുന്നൊരു ജോലിയല്ല ഇബാദത്ത് എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ എന്നിട്ടും അള്ളാഹു പറയാം, നേർക്ക് നേരെ ഇടപെട്ടിട്ട് ഞാനാണ് അതിൻ്റെ കൂലി കൊടുക്കുക. അപ്പോൾ അള്ളാഹ്ക്കറിയാം ഇയാളുടെ വീട്ടിലെ സെല്ലാജയിൽ നല്ല തണുത്ത വെള്ളമുണ്ട്, നല്ല ആഹാരങ്ങൾ കഴിക്കാനുള്ള സംവിധാനമുണ്ട്, വീട്ടിൽ ആരുമില്ല, ആരും അറിയൂല, കഴിച്ചിട്ട് നോമ്പുകാരനായിട്ട് അഭിനയിക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ട് മറ്റേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാം. നോമ്പിന് ബാത്തിലാവുന്ന ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യവും ചെയ്യാം. അതൊക്കെ റബ്ബിനറിയാം. അയാളുടെ വികാരങ്ങൾ നിയന്ത്രിക്കുന്ന റബ്ബിനറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹ് പറഞ്ഞു, അന അജ്സീഹി, ഞാനാണ് കൂലി കൊടുക്കുക. അങ്ങനെയുള്ള നോമ്പ് ഒരാൾ നോറ്റാൽ കിട്ടുന്ന കൂലിയാണ്. അതോടൊപ്പം തന്നെ ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫത്തറ, തുറപ്പിച്ചാൽ, ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ, ആരെയാ തുറപ്പിക്കേണ്ടത്? സ്വാഇമൻ, നോമ്പുള്ളവനെ. കാന ലഹു മിസ്ലു അജ്രിഹി, അയാൾക്കും അതുപോലെയുള്ളൊരു കൂലി കിട്ടും. നോമ്പെടുത്തവന് കിട്ടുന്നത് പോലെ നോമ്പ് തുറപ്പിച്ചവനും കൂലിയുണ്ട്. ഗൈറ അന്നഹു ലാ യൻഖുസു, ഒട്ടും ചുരുങ്ങാതെ, മിൻ അജ്രി സ്വാഇമി ഷൈഅൻ, നോമ്പ് പിടിച്ചവന്റെ കൂലി ഒട്ടും കുറയാതെ കിട്ടും. അത് ആഡംബരത്തിന് വേണ്ടിയോ ആഘോഷത്തിന് വേണ്ടിയോ ഒന്നുമല്ല. ഈ ഇരട്ടി പുണ്യമുള്ളത് ഇബാദത്താണ്. അതിൽ പ്രത്യേകം പാവപ്പെട്ട ആളുകളെ പരിഗണിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിഇസത്ത് തആം, ഏറ്റവും മ്ലേച്ഛമായ ഭക്ഷണം, തആമുൽ വലീമ, വലിയ സദ്യയുടെ ഭക്ഷണങ്ങളാണ്. യുദ്ആനഹാ അൽ-അലിയാഉ വയുത്റഖുൽ ഫുഖറാഉ, ധന്യന്മാരെ, എ ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് ആളുകളെ മാത്രം അതിലേക്ക് ക്ഷണിക്കുകയും ലോ ക്ലാസ്സിനെ അവഗണിക്കുകയും ചെയ്യുന്നു. അപ്പൊ നോമ്പ് തുറപ്പിക്കുമ്പോഴും അവിടെയും പരിഗണിക്കപ്പെടേണ്ടത് സമൂഹത്തിലെ അധസ്ഥിതിക്കാരും പിന്നാക്കക്കാരും, ഒരു നേരം ആ ഒരു ആഹാരം ചിലപ്പോൾ കഴിച്ചത് മൃഷ്ടാനം ഭോജനം ചെയ്തതിനു ശേഷം ബാക്കി വന്നത് കൊണ്ടുപോയി തട്ടിക്കളയുന്നതിൽ നിന്ന് പെറുക്കി തിന്നുന്ന ആളുകളുണ്ടാവാം. ഒരു നേരത്തെ പശിയടങ്ങാൻ വേണ്ടി അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആളുകളെ അവഗണിച്ചുകൊണ്ടാവരുത്. അങ്ങനെ ഒരാൾ നിർവഹിച്ചാൽ അയാൾക്ക് കിട്ടുന്നത് ഇരട്ടി പുണ്യം. ഓരോ ദിവസവും 70 മൈൽ വഴിദൂരം എന്ന് പറയുന്നത് അത് 140 ആകുന്നു. ഈ റമദാനിലാണെങ്കിൽ അത് 1, 7, 70, 700, 70,000 പരിവർത്തിക്കുകയും ചെയ്യും. നമ്മുടെ ആത്മാർത്ഥത അള്ളാഹു പരിശോധിക്കുന്നു. നമ്മുടെ ധന്യത അള്ളാഹുവിനറിയാം.
എന്ന് വിചാരിച്ച് എല്ലാവർക്കും എല്ലാ രൂപത്തിലും തികഞ്ഞ ഒരു നോമ്പ് തുറ സംഘടിപ്പിക്കണം എന്നല്ല. ഒരു കാരക്കയും ഒരു തുടം വെള്ളവും ഒരിറ്റു പാൽ ഒരാൾക്ക് നോമ്പ് തുറക്കാൻ നൽകിയാലും ഈ പ്രതിഫലം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റിതര ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതോടൊപ്പം തന്നെ നമുക്ക് ഇരട്ടി പുണ്യങ്ങൾ കിട്ടാൻ വാരിയെടുക്കാൻ ഒരു അസുലഭ നിമിഷമാണ് ഇതിൽ കൂടി കടന്നു പോകുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പുണ്യങ്ങൾ പെറുക്കിയെടുക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുകയും അതുവഴി നരകത്തിൽ നിന്ന് വിദൂരമായി മാറി നിൽക്കാനുള്ള തൗഫീഖും സ്വർഗത്തിലേക്ക് റയ്യാൻ എന്ന സ്വർഗ കവാടത്തിൽ മലായികത്തുകൾ നിന്ന് ഐനസ്സായിമൂൻ നോമ്പുകാരെവിടെ എന്ന് ചോദിക്കുമ്പോൾ ലബ്ബൈക വസഅദൈക റബ്ബേ ഞങ്ങൾ ഇവിടെ ഈ കവാടത്തിന് അരികിലുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടാനുള്ള തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.